ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ അയർലൻഡ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അയർലൻഡിലെ ഊട്ടി എന്നറിയപ്പെടുന്ന ഹൗത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നിങ്ങൾക്ക് അയർലൻഡിൽ വന്നിട്ട് ഊട്ടിയിൽ പോകണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഹൗത്തിൽ വരിക. നല്ല മഞ്ഞ പൂക്കളും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. ഞങ്ങൾ 3-4 പേരുണ്ട്. ഇനി ബാക്കി വിശേഷങ്ങൾ താഴെ ചെന്നിട്ട് കാണിക്കുന്നതായിരിക്കും. പോകുന്ന വഴികളൊക്കെ അതിമനോഹരമായ മഞ്ഞപ്പൂക്കൾ കൊണ്ട് നിറഞ്ഞതാണ് ഗൈസ്. നൈസ് സ്ഥലമാണ്. ഞങ്ങളിവിടെ ആദ്യമേ വന്നപ്പോൾ ഇത്ര ഇതൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ വന്ന സമയം വിൻ്ററായിരുന്നു. അപ്പോൾ പൂക്കളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. കുറേ കരിഞ്ഞ ഇലകൾ മാത്രമേ ഉള്ളായിരുന്നു അന്ന്. പക്ഷേ ഈ സ്ഥലങ്ങളൊക്കെ അടിപൊളിയായിട്ട് കാണാമായിരുന്നു. ഇപ്പം ഇവിടെ എല്ലാം ഫുള്ള് കോടയാണ്. പക്ഷേ കൊള്ളാം. തണുപ്പുണ്ടോയെന്ന് ചോദിച്ചാൽ വലിയ തണുപ്പില്ല. ഓക്കെയാണ്. ഫോട്ടോജീനിക്കായിട്ടുള്ളവർ ഫോട്ടോഗ്രാഫിയിലാണ്. അപ്പോൾ നമ്മൾ വിജനതയിൽ താഴോട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ കഴിക്കാനായിട്ട് സ്നാക്സ് ഒക്കെ ഉണ്ട്. ചിപ്സ് ഉണ്ട്, വെള്ളമുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഞാൻ കൊണ്ടുവന്നില്ല, ചേച്ചി കൊണ്ടുവന്നില്ല. നമ്മൾ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ ബീച്ച് ഇവിടെ എത്തി. നമ്മൾ നടന്നു എവിടെയോ എത്തി കഴിച്ച് താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബീച്ച് കാണാം. കുറച്ച് പേര് അതൊക്കെ നടന്നു പോകുന്നത് കാണാൻ പറ്റും. ഇതിനങ്ങ് അറ്റത്തൊരു ലൈറ്റ് ഹൗസ് ഉണ്ട്. പക്ഷേ അവിടെയൊക്കെ പോകണമെങ്കിൽ കുറേ നടക്കണം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. നമ്മളിവിടെ ഇത് ഇറങ്ങി ഈ താഴെയുള്ള ആ ബീച്ചിലോട്ട് പോയാൽ കൊള്ളുന്നുണ്ട്. പക്ഷെ നല്ല ദൂരമാണ്. എന്തായാലും നമ്മൾ നോക്കട്ടെ. നമ്മൾ നേരത്തെ വന്നപ്പോൾ അവിടെ പോയതാണ്. പക്ഷെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് വെച്ചിട്ട് നമ്മളവിടെ ചെന്നിട്ട് നോക്കാം. നമ്മുടെ ഫ്രണ്ട്സാണത്. നമുക്കിവിടുന്ന് ഈ വഴി കൂടെ ഇങ്ങനെ ഇറങ്ങി അവിടെയാണ് പോകേണ്ടത്. അത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല പെബിൾസ് പോലത്തെ കല്ലുകളാണ് അവിടെ ആ ബീച്ചിലുള്ളത്. നല്ല വൈബാണ്. ഇവിടെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ വലിയ ആഴം തോന്നില്ല. നല്ല ഹൈറ്റ് ഉണ്ട് ഇവിടെ. നല്ല ഡെപ്തിൽ പോകണം. പിന്നെ അവിടെ ആൾക്കാരൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്ന്. പിന്നെ ലൈറ്റ് ഹൗസിൽ പോകേണ്ട വഴി ഇവിടുന്ന് അങ്ങോട്ടേക്കാണ്. അപ്പോൾ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചിട്ടില്ല. സിറ്റുവേഷൻ നോക്കട്ടെ. ഇതാണ് ക്ലൈമറ്റ്. ചൂടും തണുപ്പും കൂടെ മിക്സ് ചേർന്നൊരു ഇതാണ്. കൊള്ളാം. ആക്ച്വലി ഇവിടുന്ന് ഒരു അടിപൊളി വ്യൂ ആണ് ഗൈസ് കേട്ടോ. സെറ്റ് വ്യൂ ആണ്. നല്ല ഹൈറ്റ് ഉണ്ട്, നല്ല വ്യൂ ആണ്. ഫോണിന് അത്ര ക്ലാരിറ്റി കുറവായതുകൊണ്ട് അത്ര ഇതില്ല. പക്ഷെ നേരിട്ട് കാണാൻ സൂപ്പർ വ്യൂ ആണ്. സെറ്റ് ഫുള്ള് കോടയാണ്. പക്ഷെ എന്നാലും വലിയ തണുപ്പില്ല. ഒരാൾക്ക് ഫോട്ടോഗ്രാഫി സ്കിൽസാണ്. പൂക്കൾ ത്വരയുള്ള ചേച്ചി, കാല് ത്വരയുള്ള വിജയലക്ഷ്മി. നമ്മൾ 3G ആയിട്ടുണ്ട്. കോടയെല്ലാം പോയി. നല്ല വെയിലടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കോടയെല്ലാം പൊക്കോണ്ടിരിക്കുകയാണ് മേലോട്ട്. വിജനതയിൽ ഒരു തുരങ്കം ഗൈസ്. ഈ തുരങ്കത്തിനൊരു വാതിലും ഉണ്ട്. അതിനപ്പുറത്ത് എൻഡുണ്ടെന്ന് തോന്നുന്നു. വെട്ടം അടിക്കുന്നുണ്ട് അവിടെ നിന്ന്. സംഭവം കൊള്ളാം കേട്ടോ. പൊളി സാധനം. സീൻ തന്നെ. പക്ഷെ ഇപ്പം നല്ല വെയിലായി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ആ ലൈറ്റ് ഹൗസിലോട്ട് പോയിക്കൊണ്ടിരിക്കണം. നല്ല അടിപൊളി പൂക്കളടിച്ചുള്ള ചേച്ചി അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഏത് മൂലയ്ക്ക് പോകണ്ടാലും അവിടെ ഫോട്ടോ ഇട്ട് ശുദ്ധമായ കൊക്കയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് താഴെ പോയി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ താഴെ പോയേനെ. അവിടെ ഗുഹയുണ്ട്. പക്ഷേ പോകുന്ന വഴി റിസ്ക് ആയതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ലൈറ്റ് ഹൗസ് പോവാണ്. നമ്മൾ നടന്നു ഇവിടെ വിജനതയിൽ കാറ്റ് കൊണ്ടിരിക്കുന്ന ഒരു കൊക്കുണ്ട്. അതിനെ പിടിച്ച് ഫ്രൈ ചെയ്താലോ. നമ്മുടെ ഗ്യാങ്ങിലേക്ക് പുതിയ ആൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. നൈസ് വ്യൂ ആയിട്ടുണ്ട് കേട്ടോ. ലൈറ്റ് ഹൗസ് അതാണ്.
ഗൈസ്, അപ്പം നമ്മൾ അകത്ത് ബീച്ചിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റെപ്പുകളുണ്ട് ഇവിടെ ഇറങ്ങി പോകാൻ. ഇപ്പം വീണേനെ, അതുകൊണ്ടാണ് ഇവർ ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വരിയായി കാഴ്ചകളൊക്കെ കണ്ട്. നമ്മൾ ട്രക്ക് ചെയ്ത് താഴെ എത്തിയിട്ടുണ്ട്, ബീച്ച് എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന മലയുടെ പൊക്കത്തു നിന്നാണ് താഴോട്ട് വന്നത്. താഴെ എത്തി. ഇവിടെ അതിമനോഹരമായ വ്യൂ ആണ്. നല്ല പെബിൾസ്, നല്ല മനോഹരമായ പെബിൾസ്. പക്ഷേ ഈ തിര വരുന്ന സ്ഥലത്ത് മൊത്തം അഴുക്കാണ്. ഇവിടെ നിന്ന് കാഴ്ചകളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടെ ഒരു ബോൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫുട്ബോളൊക്കെ കളിക്കാം. നമ്മൾ ചില്ലിങ്ങാണ് ഇവിടെ. അപ്പം ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ എൻജോയ് ചെയ്തിരിക്കട്ടെ. ഓക്കെ, പിന്നെ കാണാം. ഇവിടെ നിന്ന് അടിച്ച് അങ്ങോട്ടേക്ക് വിടാൻ പോവാണ്. ഈ ബോൾ വെള്ളത്തിൽ പോയി. നീന്തൽ വിദഗ്ധ ഉണ്ട് ഇവിടെ. ഇപ്പോൾ ഇവിടുത്തെ കോടയെല്ലാം പോയിട്ടുണ്ട്. അപ്പം നമ്മൾ തിരിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്ന ഒരു സൂപ്പർ വ്യൂ ആണ്. ഗൈസ്, അപ്പം നമ്മൾ ഹൗത്ത് സീ പോയിന്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പം നമ്മൾ ഹൗത്ത് ഹാർബറിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഹൗത്ത് ഹാർബറിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഹാർബർ. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ നടക്കുന്ന, ഇവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ഹാർബറൊക്കെ കണ്ട്. വലിയ രസമൊന്നുമില്ല, ചുമ്മാ ഒരു ഹാർബർ. അങ്ങനെ നമ്മളിപ്പം ബെഷ് ഓഫ് ബ്രോസ് ഫിഷ് ആൻഡ് ചിപ്സ് കടയിലെത്തിയിരിക്കുകയാണ്. ഇവിടെ അയർലൻഡിലെ ഫേമസ് ഫിഷ് ആൻഡ് ചിപ്സ് കടയെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഇവിടുത്തെ മെനു എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. നല്ല റേറ്റാണ്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരെണ്ണം വാങ്ങാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഫിഷ് ആൻഡ് ചിപ്സ് വാങ്ങിച്ചിറങ്ങി. ഇതാണ് ഷോപ്പ്, ഇവിടെയാണ് ഹാർബർ കാര്യങ്ങളൊക്കെ. അപ്പം ഞങ്ങളിത് എവിടെ ഇരുന്നെങ്കിലും കഴിക്കട്ടെ. പക്ഷെ സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറേ കിളികളുണ്ട് ഇവിടെ, നമ്മളെ തട്ടിക്കൊണ്ടുപോകും. നമുക്ക് ഇത് എക്സ്പ്ലോർ ചെയ്യാം. മോനെ സെറ്റ് സാധനമാണ്. സീൻ കിളികൾ സീനുണ്ടോ ചോദിക്കുന്നുണ്ടോ? താത്താന്നാ പറയുന്നത്. അങ്ങനെ നമ്മുടെ ട്രിപ്പെല്ലാം കഴിഞ്ഞു. നമ്മൾ പോവുകയാണ് തിരിച്ച്. ഗോയിങ് ബാക്ക് ഹോം. ഓക്കെ, ഇതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ്. അപ്പം നമ്മൾ പ്ലാൻ മാറ്റി, ബസ് കിട്ടിയില്ല. അപ്പം നമ്മൾ ട്രെയിനിൽ പോകാമെന്ന് വെച്ചാൽ നമ്മൾ ട്രെയിൻ സ്റ്റേഷനിലോട്ട് കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ട്രാവലിംഗ് കാർഡ്. നൈസ് ലുക്ക്. ഫുൾ ഓച്ച പഠനങ്ങളൊക്കെ. നമ്മൾ ടാപ്പ് ചെയ്യുക, ഇവിടെ എന്തൊക്കെയോ കാണിക്കും. അപ്പം നമ്മൾ പോവാം.
കണ്ട അന്ധകാര കോളനി. നമ്മളങ്ങനെ ടർക്കിഷ് കബാബ് ഹൗസിൽ തിരക്കുണ്ട്. നമ്മളിനി ടർക്കിഷ് കബാബ് ഹൗസ് കഴിക്കാൻ പോവാണ്. അപ്പം ഇത് കഴിച്ചിട്ട് നമ്മൾ വ്ളോഗ് എൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ സമാപിക്കുകയാണ്. എല്ലാവർക്കും ബൈ ബൈ ഗൈസ്. അപ്പം നമ്മുടെ സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ടർക്കിഷ് കബാബ്. ഇത് ഞങ്ങളിനി കഴിക്കും. അപ്പം നമ്മുടെ വ്ളോഗ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ 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 ബൈ. താങ്ക് യു.